തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPIM എന്ന നാട്ടുകാർ. പ്രദേശത്ത് സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് മരിച്ചയാളുടെ അയൽവാസി. എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇത് പിന്നെ ഇങ്ങനെ തന്നെ. കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് VD സതീശൻ. സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിലും കയ്യേറ്റം ഒഴിപ്പിക്കലിലും ഇടപെട്ട് ഹൈക്കോടതി. സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാരിന് നിർദ്ദേശം. നേരത്തെ നൽകിയ പട്ടയങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും. കസ്റ്റഡി കാലാവധി ജൂലൈ 3 വരെ നീട്ടി. അഴിമതിയിൽ കെജ്രിവാളിന് നിർണായക പങ്കെന്ന് ED. വിനോദ് ചൗഹാന്റെ കസ്റ്റഡിയും ജൂലൈ 3 വരെ നീട്ടി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ച് നിയമസഭ. മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ കേന്ദ്രത്തെ പ്രതിഷേധമറിയിച്ച കേരളം. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. അനുമതി നിഷേധിച്ചത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പായെന്ന് ഭർത്താവ് രാഹുൽ ഹൈക്കോടതിയിൽ. ഭാര്യയുമായി പ്രശ്നങ്ങളില്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി.